പ്രിയ വിദ്യാർത്ഥികളെ, പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ 2 ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന ബേസിക് ടേംസ് ആണ് ചർച്ച ചെയ്തത്. രണ്ടാമത്തെ ചാപ്റ്ററിലോ ഒരു അക്കൗണ്ടിങ് ജോലി ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടൻറ്റ് ഫോളോ ചെയ്യേണ്ട ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തത്. കുറേ തത്വങ്ങളും സങ്കല്പങ്ങളും അക്കൗണ്ടൻറ്റ് ഫോളോ ചെയ്യേണ്ട ചില കീഴ്വഴക്കങ്ങളുമാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്തത്. മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററിലാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേരിങ്ങനെയാണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും 2 ടേംസ് ആണ്, 2 ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ബിസിനസ് ട്രാൻസാക്ഷൻ ആൻഡ് സെക്കൻഡ് സോഴ്സ് ഡോക്യുമെൻ്റ്. ഈ ചാപ്റ്റർ കഴിയുന്നതോടുകൂടി അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രൈമറി ബുക്കായിട്ടുള്ള ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് നോക്കാം. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഇവൻറ്റ്സും ആര് റെക്കോർഡ് ചെയ്യേണ്ടതില്ല? അക്കൗണ്ടൻറ്റ് റെക്കോർഡ് ചെയ്യേണ്ടതില്ല. അവിടെ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാത്രമാണ് അക്കൗണ്ടൻറ്റ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആൾ എക്കണോമിക് ഇവൻറ്റ്സ് ഇൻ എ ബിസിനസ് ആർ കാൾഡ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ്, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സും മറ്റൊരു ബിസിനസ്സുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആവാം. ബിസിനസ് ഒരു എൻറ്റിറ്റിയാണ്, മറ്റ് ബിസിനസ്സുകളും എൻറ്റിറ്റീസാണ്. അപ്പോൾ അങ്ങനെ 2 എൻറ്റിറ്റികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആവാം. ബിസിനസ്സും ഓണറും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആവാം. ബിസിനസ്സും എംപ്ലോയീസും, ബിസിനസ്സും കസ്റ്റമേഴ്സും, ബിസിനസ്സും ഗവൺമെൻറ്റും, ഇങ്ങനെ വിവിധ എൻറ്റിറ്റികൾക്കിടയിൽ നടക്കുന്ന ഫിനാൻഷ്യലായിട്ട് നടക്കുന്ന ഇടപാടുകളെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനിൽ ചില മാറ്റങ്ങൾ വരുത്തും. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ചില അസറ്റുകളിൽ വർധനവ് വരുത്താം, അല്ലെങ്കിൽ ചില അസറ്റുകളിൽ കുറവ് വരും. ബാധ്യതകൾ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. ചില ട്രാൻസാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ ബാധ്യതകൾ കുറയും. ക്യാപിറ്റൽ കൂടാനും ക്യാപിറ്റൽ കുറയാനും സാഹചര്യങ്ങളുണ്ട്. അതാണ് ഒരു ട്രാൻസാക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. Whenever any business transaction take place, it result in a change in the values of some of the assets, liabilities or capital. ഈ 3 ഗ്രൂപ്പുകളിൽ, ഈ 3 ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ടുകളിൽ മാറ്റങ്ങൾ വരുത്താതെ ഒരു ട്രാൻസാക്ഷനും നടക്കുന്നില്ല. എക്സാമ്പിൾ നോക്കാം. പർച്ചേസ് ഓഫ് ഫർണിച്ചർ. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഫോർ ക്യാഷ് ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടക്കുന്നതോടുകൂടി ബിസിനസ്സിലേക്ക് എന്ത് വരുന്നുണ്ട്? ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നുണ്ട്. അതേസമയം ബിസിനസ്സിലുള്ള ക്യാഷ് എന്ത് ചെയ്യും? കുറയുന്നുണ്ട്. ബിസിനസ്സിലെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അസറ്റുകളിൽ മാറ്റം സംഭവിച്ചു. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ആണെങ്കിലോ, കടമായിട്ടാണ് ഫർണിച്ചർ വാങ്ങിയതെങ്കിലോ, അങ്ങനെയാണെങ്കിലും ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നുണ്ട്. അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നതിന് പകരം ലയബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബാധ്യത നമുക്ക് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ഒരു അസറ്റ് വർദ്ധിച്ചു, അതേസമയം ഒരു ലയബിലിറ്റിയും വർദ്ധിച്ചു. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഓണർ. ബിസിനസ്സിലേക്ക് ഓണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൂലധനം വർദ്ധിക്കുന്നു. അതേസമയം ക്യാഷാണ് കൊണ്ടുവരുന്നതെങ്കിൽ ക്യാഷും വർദ്ധിക്കുന്നു. ബിസിനസ്സിൽ നിന്ന് ഓണർ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ക്യാഷോ മറ്റു ഗുഡ്സോ വിഡ്രോ ചെയ്യുകയാണെങ്കിലോ ആ സമയത്ത് ഗുഡ്സ് കുറയും, അതല്ലെങ്കിൽ ക്യാഷ് കുറയും, അതേസമയം ക്യാപിറ്റലും കുറയും. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അസറ്റുകളിലോ ലയബിലിറ്റീസുകളിലോ അതും അല്ലെങ്കിൽ ക്യാപിറ്റലിലോ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടൻറ്റ് ഫോളോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. നമുക്ക് ഒന്നുകൂടി ആ കാര്യം ഓർത്തെടുക്കാം. എന്താണ് ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്?
ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദർ ആർ 2 ആസ്പെക്റ്റ്. അവിടെ നമുക്ക് 2 ഘടകങ്ങൾ കണ്ടെത്താൻ കഴിയും. റിസീവിങ് ആസ്പെക്റ്റ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ്. റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്ന് പറയും, ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്ന് പറയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോൾഡ് ഗുഡ്സ് ടു എ കസ്റ്റമർ ഫോർ ക്യാഷ് ₹10,000. സാധനങ്ങൾ കസ്റ്റമർക്ക് കൊടുത്തു, ഓൺ ക്യാഷ് ബേസിസ്, ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ക്യാഷാണ് റിസീവ് ചെയ്യുന്നത് അല്ലേ, ഇതിന് റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയും. ദെൻ ഗുഡ്സ് ആണ് അങ്ങോട്ട് കൊടുക്കുന്നത്, അത് ഗിവിങ് ആസ്പെക്റ്റ് ആണ്. റിസീവിങ് ആസ്പെക്റ്റിനെ അക്കൗണ്ടിങ് ലാംഗ്വേജിൽ പറയുന്ന പേരാണ് ഡെബിറ്റ്. ഗിവിങ് ആസ്പെക്റ്റിനെ അക്കൗണ്ടിങ് ലാംഗ്വേജിൽ പറയുന്ന പേരാണ് ക്രെഡിറ്റ്. ഇപ്പോൾ ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പ്രകാരം ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെ നമുക്ക് 2 ആസ്പെക്റ്റുകൾ, 2 ഘടകങ്ങൾ കണ്ടെത്താൻ കഴിയും. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഴ്സ് ഡോക്യുമെൻറ്റ് അതല്ലെങ്കിൽ വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡോക്യുമെൻറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് വെരിഫയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. എന്താണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്? The concept of objectivity requires that accounting transactions should be recorded in an objective manner, free from the bias of accountants and others. This can be possible when each of the transaction is supported by verifiable documents or vouchers. ഈ കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്? ഒരു അക്കൗണ്ടൻറ്റ് അക്കൗണ്ടിങ് ജോലികൾ ചെയ്യുന്ന സമയത്ത്, ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന സമയത്ത് എല്ലാം ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം. ഏതൊരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുകയാണെങ്കിലും അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആര് കളക്ട് ചെയ്തിരിക്കണം? അക്കൗണ്ടൻറ്റ് കളക്ട് ചെയ്യണം. അതല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രേഖകൾ അയാൾ തയ്യാറാക്കണം. അങ്ങനെ രേഖകളെ ബേസ് ചെയ്ത് മാത്രമേ കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസ് ആര് രേഖപ്പെടുത്താൻ പാടുള്ളൂ? അക്കൗണ്ടൻറ്റ് രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസിനെ പറയുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. സോഴ്സ് ഡോക്യുമെൻറ്റിന് നമുക്ക് ചില എക്സാമ്പിൾസ് പരിചയപ്പെടാം. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇൻവോയ്സ് ആണ്. ഒരു ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ സെല്ലറുടെ പേരാണ് റോബിൻ ട്രേഡേഴ്സ്. ദെൻ ബയ്യറുടെ പേര് അലക്സ് ട്രേഡേഴ്സ്. ഇപ്പോൾ ബയ്യറുടെ പേരുണ്ട്, സെല്ലറുടെ പേരുണ്ട്, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ട്, ദെൻ എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇൻവോയ്സ്. ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ, ഒരു ക്രെഡിറ്റ് പർച്ചേസിനെ അതല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൗച്ചർ അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ക്യാഷ് മെമ്മോ ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ സെല്ലറുടെ പേരുണ്ട്, പക്ഷെ കസ്റ്റമറുടെ പേര് കാണുന്നില്ല. ഇതൊരു ക്യാഷ് പർച്ചേസ് അതല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് നടക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ക്യാഷ് മെമ്മോ. ദെൻ ഡെബിറ്റ് നോട്ട്. ഒരു കച്ചവടക്കാരൻ നേരത്തെ വാങ്ങിയ സാധനങ്ങൾ, പർച്ചേസ് ചെയ്ത ഗുഡ്സ് തിരിച്ച് സപ്ലയർക്ക് തന്നെ കൊടുക്കുന്ന സമയത്ത് തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട്. ഇവിടെ തിരിച്ചു കൊടുക്കുന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ്, ദെൻ ആർക്കാണോ തിരിച്ചു കൊടുക്കുന്നത് ആ സപ്ലയറുടെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഡോക്യുമെൻറ്റിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കുന്നത്. ദെൻ ക്രെഡിറ്റ് നോട്ട്. കസ്റ്റമേഴ്സിന് നേരത്തെ വിറ്റ സാധനം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കസ്റ്റമർ തിരിച്ച് ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു നൽകുകയാണെങ്കിൽ, കസ്റ്റമർ ബിസിനസ്സിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റാണ് ക്രെഡിറ്റ് നോട്ട്. ഈ ക്രെഡിറ്റ് നോട്ടിൽ കസ്റ്റമറുടെ പേര്, തിരിച്ച് കിട്ടിയിട്ടുള്ള സാധനങ്ങളുടെ വില, അതിൻ്റെ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് റിട്ടേൺ, ഇത്രയും കാര്യങ്ങളാണ് ക്രെഡിറ്റ് നോട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇൻവോയ്സ്, ക്യാഷ് മെമ്മോ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പേയിൻ സ്ലിപ്പ്. ഒരു ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പേയിൻ സ്ലിപ്പ്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൗണ്ടർ ഫോയിൽ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ പാർട്ട് നമുക്ക് ആര് തിരിച്ചു തരും? ബാങ്ക് നമുക്ക് തിരിച്ച് തരും. അത് ഡെപ്പോസിറ്റ് ചെയ്തതിനുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സാലറി സ്ലിപ്പ്. എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന സമയത്ത് തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് സാലറി സ്ലിപ്പ്. അപ്പോൾ സാലറി റിസീവ് ചെയ്യുന്ന എംപ്ലോയി
ആ എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയിയുടെ പേര്, എംപ്ലോയിയുടെ നമ്പർ, അയാളുടെ ഏണിങ്സ്, അയാൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട എമൗണ്ടുകൾ, ദെൻ അതിൽ നിന്ന് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഡിഡക്ഷൻസ്, ദെൻ അയാൾക്ക് കൊടുക്കുന്ന നെറ്റ് എമൗണ്ട് എല്ലാം കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് സാലറി സ്ലിപ്പ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സാലറിക്ക് എവിഡൻസ് ആയിട്ട്, ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു രേഖയാണ് സാലറി സ്ലിപ്പ്. അതും എന്തിന് എക്സാമ്പിളാണ്? സോഴ്സ് ഡോക്യുമെൻറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ? എ ഡോക്യുമെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് കാൾഡ് എ സോഴ്സ് ഡോക്യുമെൻ്റ് ഓർ എ വൗച്ചർ. ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നതിന് തെളിവായി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അത് ശേഖരിക്കുന്ന, കളക്ട് ചെയ്യുന്ന ആ ഡോക്യുമെൻ്ററി എവിഡൻസിനെ പറയുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻ്റ് ഓർ വൗച്ചേഴ്സ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചില ബിസിനസ് ട്രാൻസാക്ഷനുകൾക്ക് കൃത്യമായ രേഖകൾ നമുക്ക് കിട്ടാതെ വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളൊരു ടാക്സിയിലാണ് കൊണ്ടുവന്നത്. ടാക്സിയിൽ കൊണ്ടുവന്നു, 250 രൂപ നമ്മൾ ആ ടാക്സി ചാർജ് നമ്മൾ പേയ്മെൻറ്റ് നടത്തി. അങ്ങനെ 250 രൂപ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയത് രേഖപ്പെടുത്തണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വേണം. അപ്പോൾ അതാരുടെ കയ്യിൽ നിന്ന് കിട്ടണം? ടാക്സിയിൽ നിന്ന് നമുക്ക് അതിനുള്ള റെസിപ്റ്റ് കിട്ടണം. ദെൻ അയാളുടെ കയ്യിൽ അങ്ങനെ റെസിപ്റ്റ് തരാനില്ലെങ്കിലോ? അങ്ങനെ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനുള്ള രേഖ നമ്മൾ സ്വയം തയ്യാറാക്കണം. അത്തരം രേഖകളെയാണ് നമ്മൾ വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. There may be no documentary for certain transactions as in case of petty expenses. ചെറിയ എക്സ്പെൻസുകൾക്കൊക്കെയാണ് സാധാരണ ഇങ്ങനെ വരാറുള്ളത്. ഇത്തരം പേയ്മെൻറ്റുകൾക്കൊന്നും ഡോക്യുമെൻ്ററി എവിഡൻസ് നമുക്ക് കിട്ടാതെ വരും. അത്തരം സാഹചര്യങ്ങളിൽ ഇൻ സച്ച് കേസ് വൗച്ചർ മേ ബി പ്രിപ്പയർഡ് ഷോയിങ് ദ നെസസറി ഡീറ്റെയിൽസ് ആൻഡ് ഗോട്ട് അപ്രൂവ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി വിത്തിൻ ദ ഫേം. അങ്ങനെ കൃത്യമായ രേഖകൾ കിട്ടാതെ വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വൗച്ചറുകൾ സ്വയം തയ്യാറാക്കി അത് അക്കൗണ്ട്സ് മാനേജറിൽ നിന്നോ അതല്ലെങ്കിൽ അതിൻ്റെ കൺസേൺഡ് അപ്രൂവിങ് അതോറിറ്റിയിൽ നിന്ന്, ഹയർ അതോറിറ്റിയിൽ നിന്ന് അതിനുള്ള അപ്രൂവൽ അക്കൗണ്ടൻറ്റ് വാങ്ങിയിരിക്കണം. ആ ഡോക്യുമെൻ്റ് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെയാണ് വിവിധ തരം അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് നോക്കാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് മേ ബി ക്ലാസിഫൈഡ് ആസ് ക്യാഷ് വൗച്ചേഴ്സ്, ഡെബിറ്റ് വൗച്ചേഴ്സ്, ക്രെഡിറ്റ് വൗച്ചേഴ്സ്, journal vouchers or complex vouchers etc. There is no specific format. അക്കൗണ്ടൻ്റ് തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് വൗച്ചേഴ്സ് പലതരത്തിലുണ്ട്. ക്യാഷ് വൗച്ചേഴ്സ്, ഡെബിറ്റ് വൗച്ചേഴ്സ്, ക്രെഡിറ്റ് വൗച്ചേഴ്സ്, ജേണൽ വൗച്ചേഴ്സ് എക്സെട്ര. ഇത്തരം വൗച്ചറുകൾക്ക് കൃത്യമായ ഫോർമാറ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്നില്ല. എന്നാൽ ഒരു അക്കൗണ്ടിങ് വൗച്ചർ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ പ്രധാനമായും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. അക്കൗണ്ടിങ് vouchers must contain the following. First point, name of the firm must be printed on the top. ഏത് ബിസിനസ് സ്ഥാപനമാണോ ഈ അക്കൗണ്ടിങ് വൗച്ചർ തയ്യാറാക്കുന്നത് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരും അഡ്രസ്സും ഏറ്റവും മുകൾ ഭാഗത്ത് പ്രിൻ്റ് ചെയ്തിരിക്കണം. ദെൻ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ടു ബി മെൻഷൻഡ്. ഈ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് ഏതാണോ അത് കൃത്യമായി ആ വൗച്ചറിൽ മെൻഷൻ ചെയ്തിരിക്കണം. Then number of the voucher is to be in a serial order. ഈ വൗച്ചറുകൾക്ക് കൃത്യമായി ക്രമ നമ്പർ കൊടുത്തിരിക്കണം. ഒരു വൗച്ചറിന് 1 എന്ന് നമ്പർ കൊടുത്താൽ ദെൻ അടുത്ത വൗച്ചറിന് 2 എന്ന് നമ്പർ കൊടുത്താൽ അങ്ങനെ കണ്ടിന്യൂസ് നമ്പറാണ് വൗച്ചറുകൾക്ക് അക്കൗണ്ടൻറ്റ് കൊടുക്കേണ്ടത്. നെയിം ഓഫ് ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ്. നമുക്കറിയാം ഡ്വൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പ്രകാരം ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ 2 ആസ്പെക്റ്റുകളുണ്ട്, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. അപ്പോൾ ഡെബിറ്റ് അക്കൗണ്ട് ഏതാണ്, ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ് എന്നുള്ളത് കൃത്യമായി ഈ വൗച്ചറിൽ രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ട് എത്രയാണ്, ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ്, ആ കാര്യങ്ങളും ഈ വൗച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദ പേഴ്സൺ ഹു പ്രിപ്പയേഴ്സ് ദ വൗച്ചർ മസ്റ്റ് മെൻഷൻ ഹിസ് നെയിം അലോങ് വിത്ത് സിഗ്നേച്ചർ. ദെൻ ഈ വൗച്ചർ തയ്യാറാക്കുന്നത് ആരാണോ അദ്ദേഹം അതിൽ സൈൻ ചെയ്തിരിക്കണം. ദെൻ the name and signature of the authorized person are mentioned on the voucher. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾ സൈൻ ചെയ്യണം, അതുപോലെ തന്നെ അത് അപ്രൂവ് ചെയ്യുന്ന ആളും ഈ വൗച്ചറിൽ സൈൻ ചെയ്യണം. ആ സിഗ്നേച്ചർ കൂടി ആയിക്കഴിഞ്ഞാലാണ് അതൊരു വാലിഡ് വൗച്ചറായിട്ട് മാറുന്നത്.
ഇനി നമുക്ക് വിവിധ തരം വൗച്ചറുകൾ ഏതാണെന്ന് പരിചയപ്പെടാം. ആദ്യം ട്രാൻസാക്ഷൻ വൗച്ചർ. ഒരു ട്രാൻസാക്ഷൻ വൗച്ചറിൻ്റെ ഒരു ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഒരു ഹെഡിങ് ഉണ്ട്, റോയൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. റോയൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം തയ്യാറാക്കിയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ വൗച്ചറാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ വൗച്ചർ നമ്പർ, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ദെൻ ഡെബിറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട്. ഒരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ട്, അത് ഫർണിച്ചറാണ്. ഒരു ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ട്, അത് ക്യാഷാണ്. ദെൻ എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ 25,000 ആൻഡ് നരേഷൻ, ബ്രീഫ് ഡെസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഒരു ഫർണിച്ചർ ക്യാഷ് കൊടുത്ത് വാങ്ങിയതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ വൗച്ചറാണ് ഈ കാണുന്നത്. അവിടെ ഒരു ഡെബിറ്റ് അക്കൗണ്ടും ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും മാത്രമാണ് വരുന്നത്. അപ്പോൾ ഒരു ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന വൗച്ചറിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ വൗച്ചർ. എ ട്രാൻസാക്ഷൻ വിത്ത് 1 ഡെബിറ്റ് ആൻഡ് 1 ക്രെഡിറ്റ് ഈസ് എ സിമ്പിൾ ട്രാൻസാക്ഷൻ. ഒരു ക്രെഡിറ്റും ഒരു ഡെബിറ്റും മാത്രമുള്ള ഒരു ട്രാൻസാക്ഷനെ പറയുന്ന പേര് സിമ്പിൾ ട്രാൻസാക്ഷൻ ആണെന്നാണ്. ആൻഡ് ദ അക്കൗണ്ടിങ് വൗച്ചർ പ്രിപ്പയർഡ് ഫോർ സച്ച് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ട്രാൻസാക്ഷൻ വൗച്ചർ. അങ്ങനെ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമുള്ള, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും മാത്രമുള്ള ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന വൗച്ചറിന് പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ വൗച്ചർ. ദെൻ കോമ്പൗണ്ട് വൗച്ചർ. ഒന്നിലധികം ഡെബിറ്റും ഒരു ക്രെഡിറ്റും, അതല്ലെങ്കിൽ ഒന്നിലധികം ക്രെഡിറ്റും ഒരു ഡെബിറ്റും. അപ്പോൾ ഇവിടെ ഒന്നിലധികം റിസീവിങ് ആസ്പെക്റ്റുകൾ വരും, ഒരു ഗിവിങ് ആസ്പെക്റ്റ് വരും. അതല്ലെങ്കിൽ ഒന്നിലധികം ഗിവിങ് ആസ്പെക്റ്റുകൾ വരും, ഒരു റിസീവിങ് ആസ്പെക്റ്റ് വരും. ഇത്തരം വൗച്ചറുകളെ, ഇത്തരം ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന വൗച്ചറുകളെയാണ് കോമ്പൗണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. അതൊന്നുകിൽ ഡെബിറ്റ് വൗച്ചർ ആവാം, അതല്ലെങ്കിൽ ക്രെഡിറ്റ് വൗച്ചർ ആവാം. ഇനി എന്താണ് ഡെബിറ്റ് വൗച്ചർ എന്ന് നോക്കാം. ഡെബിറ്റ് വൗച്ചറിൻ്റെ ഒരു ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ വൗച്ചർ നമ്പർ, ഡേറ്റ്, ദെൻ പിന്നീട് തന്നിട്ടുള്ളത് ക്രെഡിറ്റ് അക്കൗണ്ട്, ക്യാഷ്. ക്രെഡിറ്റ് അക്കൗണ്ട് മീൻസ് ഗിവിങ് ആസ്പെക്റ്റ് ആണ് ക്യാഷ്. അപ്പം അങ്ങോട്ട് കൊടുത്തതാണ് ക്യാഷ്. എത്രയാണ്? 75,000. ദെൻ ഡെബിറ്റ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് താഴെ കാണിച്ചിരിക്കുന്നത് റിസീവിങ് ആസ്പെക്റ്റുകളാണ്. അവിടെ 2 അക്കൗണ്ടുകളാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് ഫർണിച്ചർ 25,000, മറ്റൊന്ന് മെഷീനറി 50,000. അപ്പോൾ 25,000 രൂപയുടെ ഫർണിച്ചർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ദെൻ 50,000 രൂപയുടെ മെഷീനറിയും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും റിസീവിങ് ആണ്. ദെൻ അതിന് തുല്യമായിട്ടുള്ള ക്യാഷാണ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നിലധികം ഡെബിറ്റുകളും ഒരു ക്രെഡിറ്റും വരുന്ന ട്രാൻസാക്ഷനുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന വൗച്ചറുകളെ പറയുന്ന പേരാണ് ഡെബിറ്റ് വൗച്ചർ. എ വൗച്ചർ വിത്ത് മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് ആൻഡ് എ ക്രെഡിറ്റ് ഈസ് കാൾഡ് ഡെബിറ്റ് വൗച്ചർ. ഇനി എന്താണ് ക്രെഡിറ്റ് വൗച്ചർ എന്ന് നോക്കാം. ഇവിടെയും വൗച്ചർ നമ്പർ, ഡേറ്റ്, ദെൻ ഡെബിറ്റ് അക്കൗണ്ട്, റിസീവിങ് ആസ്പെക്റ്റ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത് ബിൽഡിംഗ് ആണ്. എത്രയാണ് എമൗണ്ട്? 1,00,000 രൂപയുള്ള ബിൽഡിംഗ് ബിസിനസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഗിവിങ് ആസ്പെക്റ്റുകളായിട്ട് പറയുന്നത് 2 അക്കൗണ്ടുകളാണ്, ക്യാഷ് ആൻഡ് ബാങ്ക്. ക്യാഷായിട്ട് 60,000 കൊടുത്തിട്ടുണ്ട്. ദെൻ ബാങ്കിൽ നിന്നും 40,000 പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഗിവിങ് ആസ്പെക്റ്റുകളും ഒരു റിസീവിങ് ആസ്പെക്റ്റും, അതല്ലെങ്കിൽ ഒരു ഡെബിറ്റും ഒന്നിലധികം ക്രെഡിറ്റും. ഇത്തരം ട്രാൻസാക്ഷനുകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന വൗച്ചറുകളെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് വൗച്ചർ. എ വൗച്ചർ വിത്ത് മൾട്ടിപ്പിൾ ക്രെഡിറ്റ്സ് ആൻഡ് എ ഡെബിറ്റ് ഈസ് കാൾഡ് ക്രെഡിറ്റ് വൗച്ചർ. അനദർ ടൈപ്പ് ഓഫ് വൗച്ചർ ഈസ് ജേണൽ വൗച്ചർ ഓർ കോംപ്ലക്സ് വൗച്ചർ. ഇതിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കാം. ഇവിടെയും വൗച്ചർ നമ്പർ, ദെൻ വൗച്ചർ ഡേറ്റ്, ദെൻ ഒന്നിലധികം ഡെബിറ്റ് അക്കൗണ്ടുകൾ കാണുന്നുണ്ട്, ഒന്നിലധികം ക്രെഡിറ്റ് അക്കൗണ്ടുകളും കാണുന്നുണ്ട്. ഒന്നിലധികം റിസീവിങ് ആസ്പെക്റ്റുകളും ഒന്നിലധികം ഗിവിങ് ആസ്പെക്റ്റുകളും വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാൻഡും ബിൽഡിങ്ങുമാണ് റിസീവിങ്, അതേസമയം ക്യാഷ് പേയ്മെൻറ്റും ബാങ്ക് പേയ്മെൻറ്റുമാണ് അവിടെ ഗിവിങ്. ഇപ്പോൾ 3,00,000 രൂപയുടെ അസറ്റാണ്
ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത്. അതിന് തുല്യമായ എമൗണ്ട് അങ്ങോട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിലധികം ഡെബിറ്റുകളും ഒന്നിലധികം ക്രെഡിറ്റ് അക്കൗണ്ടുകളും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന വൗച്ചറിന് പറയുന്ന പേരാണ് ജേണൽ വൗച്ചർ ഓർ കോംപ്ലക്സ് വൗച്ചർ. എ വൗച്ചർ പ്രിപ്പയർഡ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ വിത്ത് മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് ആൻഡ് മൾട്ടിപ്പിൾ ക്രെഡിറ്റ്സ് ഈസ് കാൾഡ് ജേണൽ വൗച്ചർ ഓർ കോംപ്ലക്സ് വൗച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്? ഒന്ന്, എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? എക്കണോമിക് ഇവൻറ്റുകളെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സോഴ്സ് ഡോക്യുമെൻ്റ്, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ വൗച്ചറുകൾ പലതരത്തിലുണ്ട്. ട്രാൻസാക്ഷൻ വൗച്ചർ, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടി തയ്യാറാക്കുന്ന വൗച്ചറാണ് ട്രാൻസാക്ഷൻ വൗച്ചർ. ദെൻ കോമ്പൗണ്ട് വൗച്ചർ രണ്ട് തരത്തിലാവാം, ഡെബിറ്റ് വൗച്ചർ ആൻഡ് ക്രെഡിറ്റ് വൗച്ചർ. ഒന്നിലധികം ഡെബിറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് വൗച്ചറാണ്. ദെൻ ഒന്നിലധികം ക്രെഡിറ്റുകളും ഒരു ഡെബിറ്റും മാത്രം വരുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റ് ആണ് ക്രെഡിറ്റ് വൗച്ചർ. ദെൻ ഒന്നിലധികം ഡെബിറ്റുകളും ഒന്നിലധികം ക്രെഡിറ്റുകളും വരുന്ന ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന വൗച്ചറുകളാണ് ജേണൽ വൗച്ചർ ഓർ കോംപ്ലക്സ് വൗച്ചർ. ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.